തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതുചരിത്രമെഴുതി എസ് കീർത്തന. വിജയുടെ നേതൃത്വത്തിലുള്ള ടി.വി.കെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായി 29കാരിയായ ഈ യുവ നേതാവ് ഏവരുടെയും ശ്രദ്ധ നേടുകയാണ്. 5 ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന ഇവർ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നയതന്ത്രജ്ഞ കൂടിയാണ്. വിരുദുനഗർ ജില്ലയിലെ ശിവകാശി നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് തമിഴക വെട്രികഴകം സ്ഥാനാർത്ഥിയായി കീർത്തന വിജയിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ജി അശോകനെ 11,670 വോട്ടുകളുടെ മികച്ച ഭൂരിപക്ഷത്തിനാണ് അവർ പരാജയപ്പെടുത്തിയത്. ആകെ 68,709 വോട്ടുകൾ നേടിയ അവർ 7 പതിറ്റാണ്ടിനിടെ ശിവകാശിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ വനിതാ MLA എന്ന സവിശേഷതയും സ്വന്തമാക്കി. 1996-ൽ വിരുദുനഗറിലാണ് കീർത്തന ജനിച്ചത്. സർക്കാർ സ്കൂളിൽ തമിഴ് മീഡിയത്തിൽ പഠനം പൂർത്തിയാക്കിയ അവർ മധുര കാമരാജ് സർവകലാശാലയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദവും 2019-ൽ പുതുച്ചേരി സർവകലാശാലയിൽ നിന്ന് സ്റ്റാറ്റിസ്റ്റിക്സിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഐപാക്, ഷോ ടൈം കൺസൾട്ടിംഗ് എന്നീ മുൻനിര ഏജൻസികളിൽ പൊളിറ്റിക്കൽ കൺസൾട്ടന്റായും ഡിജിറ്റൽ ക്യാമ്പയിൻ സ്ട്രാറ്റജിസ്റ്റായും അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ DMK, തൃണമൂൽ കോൺഗ്രസ്, തെലുങ്കുദേശം പാർട്ടി എന്നിവർക്കായി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനഞ്ഞു. MK സ്റ്റാലിൻ, മമതാ ബാനർജി, N ചന്ദ്രബാബു നായിഡു തുടങ്ങിയ പ്രമുഖ മുഖ്യമന്ത്രിമാർക്കൊപ്പം പ്രവർത്തിച്ച മികച്ച അനുഭവ സമ്പത്തും ഈ യുവനേതാവിനുണ്ട്. ഈ പ്രവർത്തന പരിചയം ഭരണ സംവിധാനങ്ങളെയും ഉദ്യോഗസ്ഥതല പ്രവർത്തനങ്ങളെയും കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ തന്നെ സഹായിച്ചതായി സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അവർ വ്യക്തമാക്കി. തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക് എന്നിവയുൾപ്പെടെയുള്ള 5 ഭാഷകൾ കീർത്തനയ്ക്ക് അനായാസം സംസാരിക്കാൻ കഴിയും. ഭാഷാ സ്വാധീനം വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാനും ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനും തന്നെ സഹായിച്ചതായി അവർ പറയുന്നു. പാർട്ടി അധ്യക്ഷൻ വിജയുടെ സന്ദേശം ഇന്ത്യയിലുടനീളം കൂടുതൽ ജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് താൻ ഹിന്ദി സംസാരിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. പണമോ വലിയ രാഷ്ട്രീയ പശ്ചാത്തലമോ ഇല്ലാത്ത ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ആത്മാർത്ഥമായ ലക്ഷ്യമുള്ള ഏതൊരാൾക്കും കടന്നുവരാൻ സാധിക്കുന്ന പാർട്ടിയാണ് TVK എന്നതാണ് താൻ ഈ പ്രസ്ഥാനം തിരഞ്ഞെടുക്കാൻ കാരണമെന്നും കീർത്തന വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.